അറബികൾ പറയാറുണ്ട് ആറ് തരം പെണ്ണുങ്ങളെ കല്യാണം കഴിക്കരുത്. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാർക്കുള്ള ടിപ്സുകളാണ്. ഇതിന് എങ്ങനെ മനസ്സിലാവുകയെന്നാണ് ഇനി അടുത്ത ചോദ്യം വരിക. പറഞ്ഞതൊക്കെ ചിലപ്പോ എങ്ങനെ പിന്നെ തിരിയാന. ഒന്ന്, لا أنانة ولا منانة ولا حنانة ولا تنكحوا حداقة ولا براقة ولا صداقة. ഇവരൊന്നും കണ്ടാണ് എന്താ പറഞ്ഞത്? ലാ അന്നാനത്തൻ, അന്നാനത്തിനെ കെട്ടരുത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ കംപ്ലൈന്റ് പറയുന്ന അവസ്ഥ. അനീൻ എപ്പോ നോക്കിയാലും ഓരോരോ കുഴപ്പം, അത് പറഞ്ഞു വാക്ക് അത് പറഞ്ഞു, പിന്നെ നിങ്ങൾ അത് പറഞ്ഞു തീരെ ശരിയായിരുന്നു, ഇങ്ങനെ എന്ത് നോക്കിയാലും എപ്പോഴും പരാതി, ഫുൾ ടൈം കംപ്ലൈന്റ്, കംപ്ലൈന്റ് ബോക്സ് എന്നൊക്കെ പറയില്ലേ. അങ്ങനത്തെ പെണ്ണുങ്ങൾ തെറ്റരുത് കേട്ടോ എന്ന് പരിശുദ്ധ ഈ സമൂഹത്തിന്റെ മുൻഗാമികൾ പറഞ്ഞ ബുദ്ധിമാനികളായ ആളുകൾ പറഞ്ഞു പോയ വാക്ക് ഹദീസല്ല. വലാ മന്നാനത്തൻ, മന്നാനത്ത് എന്ന് പറഞ്ഞാൽ മന്ന്. നമ്മള് പറഞ്ഞ ഒരു വിഷയം ചെയ്തു കഴിഞ്ഞാൽ അത് എപ്പോഴും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാട്ടോ, ഇത് ഞാൻ അന്ന് അത് ചെയ്തെന്നില്ല, ഇത് ചെയ്തെന്നില്ലേ, എപ്പോഴും ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറഞ്ഞ് ഭർത്താവിനെ ചൂഷണം ചെയ്യുന്ന പെണ്ണ്, അതും വേണ്ട കേട്ടോ, അതൊക്കെ പണിയാവും. ഒരാ ഹന്നാനത്തൻ, പിന്നെ ഹന്നാനത്ത് എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു കല്യാണം കഴിച്ച പെണ്ണാണെങ്കിൽ അപ്പൊ ഇതിന്റെ ആവശ്യമുള്ളൂ കേട്ടോ. രണ്ടാമത് കല്യാണം കഴിച്ച പെണ്ണ്, ആദ്യത്തെ ഭർത്താവ് മരിച്ചു എന്ന് വിചാരിക്കുക, രണ്ടാമത്തെ ഭർത്താവിനെ കല്യാണം കഴിച്ചു. ആദ്യത്തെ ഭർത്താവ് ഒരു കുട്ടിയെന്ന് വിചാരിക്കുക, രണ്ടാമത് പുതിയ മക്കളൊന്നും ഇല്ലാത്തൊരു ഭർത്താവിനെ കല്യാണം കഴിച്ചു. അപ്പോഴാണ് ഈ പ്രശ്നം വരിക. അപ്പൊ അവൾക്ക് ഇതിന്റെ ആദ്യത്തെ ഭർത്താവായിരുന്നു, രണ്ടാമത്തെ ഭർത്താവായിരുന്നു കേട്ടോ, ഇത് പറയണ പെണ്ണ് കേട്ടത് വേറെ കൊടുക്കും. അല്ലെങ്കിൽ എന്റെ ഈ കുട്ടിന്റെ വാപ്പ എല്ലാവർക്കും നല്ല മനുഷ്യനായിരുന്നു, എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു, അത്ര നിങ്ങളില്ലെന്നോ നാമി പറയുന്ന അർത്ഥേ അത് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് നബികളൊക്കെ എപ്പോഴും കൊച്ചാണെങ്കിൽ സയ്യിബെ കല്യാണം കഴിക്കേണ്ട, ബിക്കറിനെ കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞ കന്യകയെ കഴിച്ചോളൂ. ഒരു കല്യാണം കഴിഞ്ഞവരെ കഴിക്കണ്ട, കാരണം അവർ കമ്പയർ ചെയ്യുന്ന മൂപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇയാളിപ്പോ എങ്ങനെയാണ്. ആദ്യമായിട്ട് ഒന്ന് തന്നെ കാണുന്നത്, പിന്നെ കൂടുതൽ വരാനൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഒരു കന്യകയെ കഴിച്ചുകൂടായിരുന്നു, എന്നാ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കൂട്ടുകാരായി ജീവിക്കാമായിരുന്നല്ലോ എന്ന് ജാബിർ റളിയല്ലാഹുവിനോട് ജാബിർ റളിയല്ലാഹു അവരുടെ വാപ്പ മരിക്കുമ്പോ 9 പെൺകുട്ടികളാണ്. പറഞ്ഞു, നബിയെ എനിക്ക് ആഗ്രഹമുണ്ട് നബിയെ, പക്ഷെ ഞാൻ കഴിച്ച് എന്റെ പെങ്ങന്മാരുണ്ടല്ലോ അവരെയൊക്കെ നോക്കാൻ ഒരു ഉമ്മയുടെ സ്ഥാനം നിർത്താൻ പറ്റിയ ഒരാൾ കൂടെയാണ് എനിക്ക് വേണ്ടത്. കളിക്കാനും ഉല്ലസിക്കാനും ഒക്കെ ആഗ്രഹം ലഭ്യം, പക്ഷെ പെങ്ങന്മാരെ ബാക്കിയാക്കിയിട്ടാണ് വാപ്പ പോയത്, അവർക്ക് വേണ്ടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി. അപ്പോ ഹന്നാനത്തൻ, പഴയ ഭർത്താവിനെ സംബന്ധിച്ച് ഇങ്ങനെ പോയി പറയാൻ അങ്ങനത്തെ പെണ്ണുങ്ങളും വേണ്ട. പിന്നെ പറഞ്ഞു വലാ തൻകിഹു ഹദ്ദാഖത്തൻ, ഹിദഖ് എന്ന് പറഞ്ഞാൽ എനിക്ക് കൺമണിക്കാണ് ഹിദഖ് എന്ന് പറയാം. എന്ത് നോക്കി അതെനിക്ക് വേണം, ഇത് നല്ല രസമുണ്ട്, ഇതെനിക്ക് വേണം, ഇത് വാങ്ങിച്ചൊരു ഇങ്ങനെ നോക്കുന്നതൊക്കെ വേണം എന്ന് പറഞ്ഞ് എപ്പോഴും പ്രത്യേകിച്ച് ഇറങ്ങുന്ന പെണ്ണുങ്ങള് ഇവരെയും ഓടിച്ചോടി. അത് വേണ്ട കേട്ടോ, അത് വേണ്ട. ഹദ്ദാഖത്തൻ, എന്ത് കണ്ടാലും വാങ്ങണം. ഏതൊരു പുതിയൊരു ചുരിദാർ അപ്പൊ വണ്ടി നിർത്തിയത് വാങ്ങിച്ചേക്കണം. അല്ലെങ്കിൽ പുതിയ ഒരു ഡ്രസ്സ് കണ്ടു, ഒരു വെറുത കണ്ടു, അല്ലെങ്കിൽ സാരി കണ്ടു, അപ്പൊ ഇറങ്ങി വാങ്ങിച്ചേക്കണം. വീട്ടിലൊക്കെ എന്തെങ്കിലും എന്ത് കണ്ടാലും വാങ്ങി, ഇത് രസമുണ്ട് ഇത് രസമുണ്ട് എന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൂട്ടുന്ന, വല്ലാതെ കണ്ണുകൊണ്ട് സർവത്തിലേക്കും നോക്കി ആഗ്രഹിക്കുന്നവൾ, അവരും വേണ്ട. വല ബറാഖത്തൻ, ബറാഖത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഫുൾ ടൈം മേക്കപ്പ് ഇട്ടിട്ട് നടക്കുന്ന പെണ്ണെന്നാണ്. ബറാഖെന്ന് ശരിക്ക് തിളക്കം ഉണ്ടാക്കുന്നവൾ എന്ന് പറഞ്ഞാൽ മേക്കപ്പിന് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുന്ന പെണ്ണ്, ഒരുപാട് സമയം കണ്ണാടിന്റെ മുമ്പിലാണ്. അങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങൾ അതും വേണ്ട. ഒന്ന് മേക്കപ്പ് ചെലവ് വരും. പിന്നെ ഇതൊക്കെ ഒരുതരം അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങളുമാണ്. സ്വന്തം ഭർത്താവിനൊക്കെ കൊടുക്കാം എന്നല്ലാതെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ആകെയായിട്ട് അലങ്കാരം കാണുന്നതും അത് അലങ്കരിക്കുന്നതൊക്കെ പുറത്തിറങ്ങുമ്പോഴാണ്. പിന്നെ വല ശ്രദ്ധാക്കത്തൻ, ശ്രദ്ധാക്കത്തും കല്യാണം കഴിക്കേണ്ടെന്ന് പറഞ്ഞു. ശ്രദ്ധാക്കത്ത് എന്ന് പറഞ്ഞ ചാറ്റുമ്പോ അങ്ങനെ നിർത്താത്ത വർത്താനം പറഞ്ഞ കൊണ്ടുണ്ട്. നിർത്താതെ വർത്താനം പറഞ്ഞ ആളുകളുണ്ടാവും ചിലപ്പോ. ഭയങ്കര ഇറങ്ങാറാണത്. നമ്മൾ കൂട്ടുകാരെല്ലാം കണ്ടി ഒന്ന് പറഞ്ഞേക്കണം, എന്നാൽ ഞങ്ങൾ ഇനി നിർത്തി കുറേ വർത്താനം പറയാം. ആൾക്ക് കേൾക്കുന്ന ആൾക്ക് താല്പര്യമുണ്ടോ അതൊന്നും പ്രതീക്ഷിച്ചില്ല, മൂപ്പര കഥ പറഞ്ഞു നിർത്തിട്ടേ പോവുള്ളൂ. അങ്ങനെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊന്നും ആവരുത്. ഇതൊക്കെ ഒരുതരം ബോറടിപ്പിക്കുന്ന ഏർപ്പാടുകൾ. അതൊക്കെ ശർഅന് പറഞ്ഞുകയാണ്, ഇസ്ലാമൊക്കെ പറഞ്ഞിരുന്നത്. നിങ്ങൾ ഇങ്ങനെയൊന്നും ആവരുത്. എന്തൊരു മനോഹരമാണ് നമ്മുടെ ദീൻ. നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കിയെടുക്കാനുള്ള സർവ്വ വഴികളും പഠിപ്പിച്ചു തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ.